ഹായ്, ഞാൻ മനു സിത്താര. ഞങ്ങളുടെ ഹാപ്പി വെഡിങ് എന്ന സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഹാപ്പി വെഡിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഡയറക്ടർ എന്നുള്ള പേടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സത്യമാണെന്ന് മനസ്സിലായത്. അനാർക്കലി ഇതുപോലെ തന്നെ യാദൃശ്ചികമായിട്ട് വന്നൊരു ക്യാരക്ടറാണ്. സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അതെല്ലാം മനസ്സിലാവും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളണം, അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അവരുടെ കല്യാണത്തിലേക്കാണ് പോകുന്നത്. അവർ കുറച്ച് മുമ്പ് പ്രേമിച്ച് കിടന്നു, ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഹാപ്പി വെഡിങ്ങിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡീഷന് വന്നു, കുറച്ച് സീൻസ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സെലക്ട് ആയത്. അങ്ങനെയാണ് എനിക്ക് വിളി വന്നത് ഹാപ്പി വെഡിങ്ങിലേക്ക്. ഹാപ്പി വെഡിങ്ങിൽ ഷാഹിന എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹീറോയിനാണ്. കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഷാഹിന. ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രേമം ടീമിൽ അഭിനയിച്ച കുറച്ച് പേര് നമ്മുടെ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് പേരാണ് അവരെ നേരിട്ട് കാണാനും അവരോട് അഭിനയിക്കാനൊക്കെ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. മുസ്ലിം ക്യാരക്ടറാണ്, പക്ഷെ ആ ഒരു ടൈപ്പ് ഫുള്ളൊരു മുസ്ലിം ക്യാരക്ടർ മുസ്ലിം ടൈപ്പ് സംസാരമല്ല. കാരണം കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ്. പിന്നെ ഒമർഖാൻ്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു. ഡബ്ബിങ് ഞാൻ തന്നെ ചെയ്തത്. ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കോളേജ് ആ ഒരു ടൈമിലാണ് ഞാൻ വരുന്നത്. ആ സമയത്ത് ഞാൻ കോളേജ് സ്റ്റുഡൻറ്റ്, ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് എക്സാം എഴുതി നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ കോളേജിലുണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സംസാരങ്ങളും അങ്ങനെ കുറച്ച് കുസൃതിത്തരങ്ങളൊക്കെ സെയിമാണ് എനിക്ക് ഈ സിനിമയിലും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കോളേജ് സോങ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഒമർഖാനെ വിളിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ മുൻപ് അനുഭവിച്ച ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കോളേജ് സോങ്ങിലൂടെ കാണിച്ചിരിക്കുന്നത്. ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കോളേജ് ലൈഫ് അവസാനിക്കുന്നവരെയുള്ള എല്ലാ രസകരമായിട്ടുള്ള കുറച്ച് സീൻസൊക്കെ കാണിച്ചിട്ടാണ് എല്ലാവരും സോങ് കാണുന്നത്. ഞാൻ മറന്നു നിന്നുവോ ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ താനേ തമ്മിൽ ഒന്നൊരുമിയോ. നർത്തകിയും അഭിനയമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഒന്നും മാറ്റി നിർത്താൻ വിചാരിച്ചിട്ടില്ല. ഡാൻസ് ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അഭിനയവും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യും. അതുപോലെ നല്ല ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. കലാതിലകമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും അത് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഒമർഖ ഒരു ന്യൂ കമ്മർ ഡയറക്ടറാണെന്ന് നമുക്ക് തോന്നില്ല. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഓരോ സീൻസും. പിന്നെ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഒരു സീൻ എങ്ങനെ ചെയ്യണം, അതെ ഫ്രെയിമിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തമൊരു അറിവുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള പേടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യവും നമുക്ക് തുറന്ന് പറയാൻ സാധിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒമർഖാനെ. പ്രണയത്തിലേക്ക് എനിക്ക് പിന്നെ വിളി വന്നത് എൻ്റെ കൂടെ ഫസ്റ്റ് ഫിലിമിൽ പൊട്ടാസ് ബോബിൽ അഭിനയിച്ച രോഹിത്തേട്ടന് വഴിയാണ്. ആ ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു എൻ്റെ കൂടെ. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വിളി വരുന്നത്. ആദ്യം തന്നെ സത്യൻ സാറായിരുന്നു ഫോണിൽ വിളിച്ചത്. അപ്പോൾ അമ്മേൻ്റെ ഫോണിലാണ് വിളിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു അത് വെറുതെ പറ്റിക്കുകയാണ്, ആരോ വിളിച്ച് പറ്റിക്കണം. കാരണം സത്യൻ സാർ അങ്ങനെ എന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സത്യമാണെന്ന് മനസ്സിലായത്.
പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉൾക്കൊള്ളണം, അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. വലിയൊരു ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാണെന്ന് വിചാരിക്കുന്നു. അനാർക്കലി ഇതുപോലെ തന്നെ യാദൃശ്ചികമായിട്ട് വന്നൊരു ക്യാരക്ടറാണ്. അതും ഇതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. രഞ്ജി സാറ്, അങ്ങനെ ഒരുപാട് പേരെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. VKP സാർ, മധുപാൽ സാർ, അവരൊക്കെ കൂടെ കോമ്പിനേഷൻ റോൾ ക്യാരക്ടറായിരുന്നു എൻ്റെത്. ആ സിനിമ കണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വളരെ സന്തോഷം. ചന്തുമാമ എന്തായി സക്രിയനെ കണ്ടോ? ഇല്ല മോളെ, അവൻ നാട്ടിൽ പോയിരിക്കുക. അതെ, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് കൃത്യമായിട്ട് നോക്കണുണ്ട്. പേര് വെച്ച് സെർച്ച് ചെയ്യണമുണ്ട്. പക്ഷെ നാദര മാത്രമേ. ആ, എന്തു പറയുന്നു നിന്റെ ആര്യപുത്രൻ? ബഹുത് ബഹുത് ഹാപ്പി. ആ, എനിക്ക് വിളി വന്നു, ഞാൻ ചെല്ലട്ടെ. എങ്ങോട്ട്? കടലിന്റെ അടിയിലോട്ട്. ബൈ. ഹാപ്പി വെഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരുപാട് മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, കാരണം സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അതെല്ലാം മനസ്സിലാവും. വേറെ ഹാപ്പി വെഡ്ഡിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത പ്രോജക്റ്റ് അവൽ ദി ജുവൽ എന്നൊരു ഇൻ്റർനാഷണൽ മൂവിയാണ്. ശ്വേത ചേച്ചി ആൺവേഷത്തിലെത്തുന്ന ചിത്രമാണ്. അതാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമ വരുന്നുണ്ട്. എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് വന്നാൽ തീർച്ചയായും ചെയ്യും. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഫാമിലിക്കും കോളേജ് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും ഹാപ്പി വെഡ്ഡിങ്. ആരും മിസ് ചെയ്യരുത്. ഒരുപാട് സസ്പെൻസ് ഉണ്ട് സിനിമയിൽ. പ്രേമം ടീം ഒന്നിക്കുകയാണ്, അവരെ കല്യാണത്തിലേക്കാണ് പോകുന്നത്. അവർ കുറച്ച് മുമ്പേ പ്രേമിച്ച് കിടന്നു, ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആരും മിസ് ചെയ്യരുത്. എന്തായാലും സിനിമ കണ്ട് നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഒമർ വന്നത്. കഥ പറഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു സ്പാർക്ക് അടിച്ചത്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ. ഞങ്ങളെല്ലാവരും യുണൈറ്റ് ചെയ്യുന്ന അൽഫോൺസിൻ്റെ ഒരു ഇതിലാണ് യുണൈറ്റ് ചെയ്യുന്നത്. എപ്പോഴും ആൾക്കാർ ജോജോ എന്നാണ് വിളിക്കുന്നത് റോട്ടിൽ വെച്ച് കാണുമ്പോൾ. അതാണ് ഏറ്റവും വലിയ